തുടരുക. നമുക്കൊപ്പം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ശ്രീ കെ.ബി. ഗണേഷ് കുമാർ. താങ്കൾ ഒരു പരിപാടിയിൽ നിന്ന് പരിപാടി റദ്ദാക്കി ഇറങ്ങിപ്പോയ ഒരു ദൃശ്യം കണ്ടു. അതുകൊണ്ടാണ് താങ്കളെ നേരിട്ട് വിളിക്കാമെന്ന് കരുതിയത്. എന്തുകൊണ്ടാണ് ഈ പരിപാടി റദ്ദാക്കിയത്? സംഘാടനം അത്രയ്ക്ക് മോശമായിരുന്നോ? വളരെ മോശമായിരുന്നു. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ അവർ പോലും പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ വളരെ മോശമായി. അവരുടെ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തത്, ആകെ പങ്കെടുത്തത് എന്റെ പാർട്ടിയുടെ പ്രവർത്തകരും എന്റെ പേഴ്സണൽ സ്റ്റാഫുള്ളവരും പിന്നെ ഈ KSRTCയിലെ കുറച്ച് ജീവനക്കാരും മാത്രമാണ് പങ്കെടുത്തത്. വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ, ഒരു 20 കസേര പോലും അവരിട്ടില്ല. പിന്നെ മാത്രമല്ല, സർക്കാർ ഇത്രയധികം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അതിന്റെ 52 വാഹനങ്ങൾ വാങ്ങിയിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുകയാണ്. ഈ വന്ന ഉദ്യോഗസ്ഥന്മാർ ആ വാഹനത്തിന്റെ ഉള്ളിൽ അങ്ങ് ഇരുന്നു, AC ഇട്ടിട്ട് അകത്തങ്ങ് ഇരിക്കുകയാണ് വണ്ടിയുടെ ഉള്ളിൽ. എന്നിട്ട് ഇവർ വണ്ടി കാണാത്ത രീതിയിൽ കൊണ്ടിട്ടിട്ട് അതിനകത്ത് എല്ലാം 2 പേര് വെച്ച് AC ഇട്ടങ്ങിരുന്നു. അത് ഒരു നല്ല നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇങ്ങനെ ചടങ്ങ് നടക്കുമ്പോൾ അവരെ മിനിസ്റ്ററും അവരെ സ്ഥലത്തെ MLAയും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഇവർ കാറിന്റെ ഉള്ളിൽ AC ഇട്ടിരിക്കുകയാണ് എല്ലാവരും. ഈ 52 വണ്ടിക്കകത്ത് ഇവർ AC ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്തത്. കാരണം അത് അവരുടെ ഒരു ധിക്കാരപരമായ നടപടിയായിട്ട് തോന്നിയത് കൊണ്ടാണ് പരിപാടി ക്യാൻസൽ ചെയ്തത്. കാരണം അത് ചെയ്യാൻ പാടില്ല. അത് ഒരു ഗവൺമെന്റ് യാതൊരു പ്രോട്ടോകോളും മര്യാദകളും പാലിച്ചില്ല. അതെ ശ്രീ കെ.ബി. ഗണേഷ് കുമാർ, താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ 52 വണ്ടിയിൽ അപ്പോൾ 104 പേര് ആ വണ്ടിക്കകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അവരവിടെ വന്ന കസേരയിൽ ഇരുന്നാൽ ഗംഭീര പരിപാടിയായി. അവർ AC ഇട്ട് യൂണിഫോം ഇട്ട് സുഖമായിട്ട് അകത്തിരിക്കുകയായിരുന്നു. അതാണ് ഞാനത് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം. അവരവിടെ ഇരിക്കാൻ പാടില്ല. അവരിറങ്ങി വന്ന് അവിടെ ഈ വണ്ടികൾ അവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അവർ പറയുന്നത് കനകക്കുന്നിന്റെ മുറ്റത്ത് വണ്ടി ഇട്ടാൽ ടൈൽസ് പൊട്ടിപ്പോകും. ഈ വെയിറ്റ് കുറഞ്ഞ സാധാരണ ജീപ്പാണ്, ഇത് ഇട്ടാൽ ടൈൽസ് പൊട്ടിപ്പോകുന്ന ഏതോ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കാരണം അത്തരത്തിലൊരു ടൈൽസ് ആണ് ഇട്ടെങ്കിൽ അതിലൊരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവര് ഈ ഈ വകുപ്പിന്റെ പേര് ഗതാഗത വകുപ്പ് തന്നെയല്ലേ? ഈ ഉദ്യോഗസ്ഥർക്ക് ഇതൊന്നും അറിയില്ലേ? ഇത്രയും വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണ്. ഒരു ഇന്നോവ കാറിന്റെ വെയിറ്റ് പോലും വണ്ടിക്കില്ല. ആ വണ്ടി അവിടെ ഇട്ടാൽ ടൈല് പൊട്ടിപ്പോകും എന്ന് ഉദ്യോഗസ്ഥൻ കനകക്കുന്നിലെ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്ന്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. കാരണം ഇവർ കാർ കൊണ്ടുവന്ന് ഈ വണ്ടികൾ മുഴുവൻ താഴെ എവിടെയോ കൊണ്ടിട്ടിട്ട് അതിനകത്ത് AC ഇട്ടിട്ടിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ സുഖമായിട്ട്. അപ്പൊ അത് കണ്ടിട്ട് ഒരു മന്ത്രി അങ്ങനെ ചിരിച്ചിട്ടിറങ്ങി പോകുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഡിപ്ലോമസി എനിക്കില്ല. സോറി, എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നവരോടും മാധ്യമങ്ങളോട് ക്ഷമ ചോദിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. കാരണം അത് മര്യാദ, അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു പരിപാടിയിൽ അവർ പോലും പങ്കെടുക്കുന്നില്ലെങ്കിൽ അതൊരു മര്യാദ. ഒരു 20 കസേര പോലും ഇട്ടില്ല. ഞാൻ MLA വരുന്നു, അദ്ദേഹത്തെയും കൂടി അധിക്ഷേപിക്കാനല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ 104 പേർക്കെതിരെ നടപടി എടുക്കുമോ? അപ്പോ അത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ആൾക്കാരുടെ പേരിൽ നടപടിയുണ്ടോ? ഇങ്ങനെ വളരെ മനോഹരമായി സംഘടിപ്പിക്കുകയും ഇവരെ കാറിൽ AC ഇട്ട് ഇരിക്കാൻ അനുവാദം കൊടുത്തവരുടെ പേരിൽ നടപടിയെടുക്കും. കാരണം അവരോട് പറയണ്ടേ, നിങ്ങൾ വണ്ടിയൊക്കെ പിന്നെ എഴുതുക. ഒരു വണ്ടിയിൽ ശരി, വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ ഓടിച്ചു പോകാനാണെന്ന വാദം പറഞ്ഞാൽ പോലും ഒരാളിരുന്നാൽ പോരെ വണ്ടിയിൽ. അതാണ് ഒരു വണ്ടിക്കകത്ത് AC ഇട്ടിരിക്കുന്നത് എന്തിനാ? അവർ കമ്പനി അടിച്ച് വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ ഉച്ചയ്ക്ക് ശേഷമല്ലായിരുന്നോ പരിപാടി? അപ്പൊ നല്ല ചൂടൊക്കെ ആയിരുന്നിരിക്കും. അപ്പോൾ അവർക്കും അങ്ങനെ ആ ഒരു പന്തലൊക്കെ ഇട്ടിരുന്നു. ചൂടൊക്കെ നമ്മളൊക്കെ ചൂട് അനുഭവിച്ചില്ലേ വരുന്നത്. അത് കുഴപ്പമില്ല. അല്ല, ഉച്ചക്കല്ല പരിപാടി, ഇപ്പോഴാണ് 4 മണിക്കാണ് പരിപാടി. 4 മണിക്ക് അവിടെ മരങ്ങളൊക്കെ നിൽക്കുന്ന കനോകുന്നതിന് ഒരു നല്ല തണലല്ലേ അവിടെ. എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. 52 വണ്ടിയിൽ 2 പേര് വെച്ചിരിക്കുന്നതിൽ ഒരാളും കൂടെ ഇറങ്ങി പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ആളുണ്ടായിരുന്നേനല്ലോ. അതെ. അപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ താങ്കൾ തീരുമാനിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അത്ര സർക്കാരിന്റെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഗവൺമെന്റ് ഇത്രയും വാഹനങ്ങൾ വാങ്ങിയത്. അത് അവരുടെ ആവശ്യത്തിന് വാങ്ങിച്ചാണ്. അപ്പൊ അവരത് സുഖിച്ച് ഇപ്പൊ തന്നെ AC ഇട്ടിരുന്നാൽ പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അവർ AC ഇട്ട് അതിൽ തന്നെ ഇരിക്കുമല്ലോ. അത് ശരിയാണ്. പരിശോധന നടത്താൻ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, കാരണം വഴിയിൽ AC ഇല്ലല്ലോ. ഇതുപോലെ ഇപ്പൊ സുജയ പറഞ്ഞ ചൂടാണെങ്കിലോ പുറത്ത്. അതാണ് പകലൊക്കെ അവര് വണ്ടിക്കകത്ത് AC ഇട്ട് വിശ്രമിച്ചാൽ ഈ പരിശോധന നടക്കത്തില്ല, ജോലി നടക്കത്തില്ല നമ്മുടെ. അതാണ്. അപ്പൊ നമുക്ക് കൃത്യമായ നടപടി എടുത്ത് മുന്നോട്ട് പോകാം. ഞാനപ്പോൾ മിനിസ്റ്റർ ഇങ്ങനെ കലിപ്പിലാണെന്ന് എല്ലാവരും ഇങ്ങനെ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ മാനസിക വിഷമം തോന്നി. കാരണം വേറെ പിണങ്ങി പോയതൊന്നുമല്ല. നടപടി എടുക്കും. കാരണം വെച്ചാൽ അങ്ങനെയല്ല, ഒരു സർക്കാർ പരിപാടി മാന്യമായി സംഘടിപ്പിക്കണം. അതിൽ വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കണം. അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോരെങ്കിലും പങ്കെടുക്കണം. അതും പങ്കെടുത്തില്ല. അപ്പോൾ ഈ ഉദ്ഘാടനം ഇനി നടത്തുന്നുണ്ടോ? അടുത്ത ദിവസം ഉദ്യോഗസ്ഥന്മാരൊക്കെ നടപടി എടുത്തിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് നടത്തും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കാര്യം പറയുന്നു, KSRTC ഒരു ഫെസ്റ്റ് നടത്തി 3 ദിവസം. അത് സംഘടിപ്പിച്ചത് KSRTCയിലെ ജീവനക്കാരാണ്. അവരാരും ഇവരോളം വലിയ ക്വാളിഫിക്കേഷൻ ഉള്ളവരൊന്നും അല്ല. പക്ഷേ അവരത് സംഘടിപ്പിച്ച ആ ഒരു കരുത്ത് അത് കാണണമായിരുന്നു. ആ ഒരു മാന്യത ഇവർ കാണിച്ചില്ല. അവരത് എത്രമാത്രം കഷ്ടപ്പെട്ടു. 3 ദിവസം രാവും പകലും, അതിനാഴ്ചകൾക്ക് മുമ്പേ അവർ രാവും പകലും ഉറക്കമൊഴിച്ചാണ് KSRTC ജീവനക്കാര് ആ എക്സ്പോ നടത്തിയത്. അത് ഇവർക്കൊന്ന് കണ്ടുപഠിക്കാമായിരുന്നു. വളരെ മോശമായിപ്പോയി. ഇത് നടപടി എടുക്കുമ്പോൾ എന്തായാലും ഇനി പഠിച്ചോളും. കൊണ്ടുപഠിക്കട്ടെ, കണ്ടുപഠിച്ചില്ലല്ലോ. അതാണ് കറക്റ്റ്. കൊണ്ടുപഠിക്കട്ടെ, അതാണ് നല്ലത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ് നമുക്കൊപ്പം ചേർന്നത്.